സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ ചെനാബ് നദി വഴിതിരിച്ചുവിടാനുള്ള പ്രാഥമിക സാധ്യതാ പഠനം ആരംഭിച്ച ഭാരതം 650 മുതൽ 870 വരെ TMC ജലം പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വഴിതിരിച്ചുവിടാനാണ് പദ്ധതി. ഒരു തുള്ളി വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ഭാരതം സ്വീകരിച്ചിരിക്കുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുകാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നു. 3 ഘട്ടമായി സിന്ധു നദീജലം ഭാരതത്തിൽ നിലനിർത്താൻ സംവിധാനങ്ങൾ ഒരുക്കുമെന്നായിരുന്നു തീരുമാനം. ഇതിന്റെ ഭാഗമായി അണക്കെട്ടുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും ഭാരതം ആസൂത്രണം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ചിനാബ് നദീജലം വഴിതിരിച്ചുവിടുന്നതിനുള്ള സാധ്യതാ പഠനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് വെള്ളം വഴിതിരിച്ചുവിടുന്നതാണ് പദ്ധതി. സിന്ധു നദിയിലെ 20% വെള്ളം മാത്രമാണ് ഭാരതത്തിന് ഉപയോഗിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സിന്ധു നദീജല ധാരണ പ്രകാരം നിലനിൽക്കുന്ന കരാർ റദ്ദാക്കിയതോടെ മുഴുവൻ വെള്ളവും ഭാരതത്തിൽ നിലനിർത്താനുള്ള പദ്ധതി ആസൂത്രണങ്ങൾ തുടരുകയാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ മൊത്തം ജലത്തിന്റെ 40% അവകാശപ്പെടാനാണ് ഭാരതത്തിന്റെ തീരുമാനം. 650 മുതൽ 870 TMC വെള്ളമാണ് വഴിതിരിച്ചുവിടാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. പദ്ധതിക്ക് വേണ്ടിയുള്ള പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനമാണ് ഭാരതം തുടങ്ങിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.